സ്തോത്രം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഒരു ചിന്തിക്കാറുണ്ടോ? ആരും ചിന്തിക്കാറില്ല. ഞാൻ പണ്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ ഫ്രാൻസിസിൻ്റെ നാട്ടിൽ സ്തോത്രം ചെത്തിയിൽ ഞങ്ങളവിടെ കർത്താവിൻ്റെ പേരിൽ 2-3 വർഷം 4-5 വർഷം അവിടെ പ്രവർത്തിച്ചു. ഒരു ദിവസം അവിടെ ആ കടൽ തീരത്ത് ഞങ്ങൾ ഇനി ഇരിക്കുമ്പോൾ ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്ന് അടക്കം ചെയ്തു. ഹിന്ദുക്കളാണ്. ഒരു വസ്ത്രം മാത്രം, ഒരു തോർത്ത് മാത്രം ഉടുത്ത് എൻ്റെ തലമുറ പിള്ളേരെല്ലാം കൊണ്ടുവന്ന് ആ ഭസ്മം കൊണ്ടുവന്ന് വെള്ളത്തിൽ കലക്കി എന്ത് ചെയ്തു, കുറേ മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഒരു നല്ല ഒരു കൊല പൂവമ്പഴമോ എന്താണ്ടൊക്കെ കൊണ്ടുവന്നെന്ന് തോന്നുന്നു. അവിടെ കൂടി വന്നവർക്കെല്ലാം ആ പൂവമ്പഴവും എല്ലാം കൊടുത്ത് അവർ സന്തോഷത്തോടെ അവർ യാത്ര ചെയ്തു, മടങ്ങിപ്പോയി. അവരുടെ ഉള്ളിലുള്ള ചിന്ത എന്തായിരുന്നു? ഞങ്ങൾ ഈ കടലിൽ ഒഴുക്കിയ ഞങ്ങളുടെ അപ്പച്ചൻ്റെ അല്ല അമ്മച്ചിയുടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ഈ ശരീരം അതിൽ ഈ പഞ്ചഭൂതങ്ങളായിട്ട് ലയിക്കുമെന്നോ, അവസാനം ഈ വ്യക്തി പട്ടിയായോ പൂച്ചയായോ കോഴിയായോ ഒക്കെ വരുമെന്നൊക്കെയാണ് അവരുടെ വിശ്വാസം, ഹൈന്ദവ വിശ്വാസം. അപ്പൊ എനിവേ ആ ആത്മാവ് നശിക്കുന്നില്ല, ഏതെങ്കിലും നിലയിൽ അത് പിന്നെയും വരുമെന്ന അവരതൊക്കെ വിശ്വസിച്ച് സന്തോഷിച്ച് മുമ്പോട്ട് പോവുക. നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? പുതിയ നിയമ വിശ്വാസിയ ബന്ധക്കോ സമൂഹം ആത്മീകമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവര്, കർത്താവിൻ്റെ അടുത്തിരിക്കുന്നവരെന്ന് അവകാശപ്പെടുന്ന നമ്മൾ, ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ കൂടുതലും ഏറ്റുവാങ്ങിയ നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ മനസ്സിലാക്കിയത്തോളം കാലം നമ്മുടെ ഉയർപ്പോ രൂപാന്തരമോ കിട്ടണമെങ്കിൽ നമ്മളൊരു നോർമലി ക്രിസ്ത്യ ജീവിതം നയിച്ചാൽ നമുക്ക് പറ്റുമോ? നമ്മൾ ഉപദേശങ്ങൾ അനുസരിക്കണ്ടേ? നമ്മൾ ഇന്ന് പഠിക്കുന്ന വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ എന്താണെന്ന് അത് നമ്മൾ പ്രാപിച്ചെടുക്കണ്ടേ? ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉള്ളത്, സ്വർഗത്തിലെ ദൈവം പുത്രനായ യേശുക്രിസ്തുവിലൂടെ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്, ഭൂതകാലമാണ് അവിടെ കിടക്കുന്നത്. അനുഗ്രഹിച്ചു, പക്ഷെ നമ്മൾ അത് പ്രാപിച്ചുവോ? ചോദ്യമെടുത്ത് ലോകത്തുള്ള സകല മനുഷ്യരെയും ദൈവപുത്രനായ യേശുക്രിസ്തുവിലൂടെ പിതാവ് എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. അതാരാണ് പ്രാപിച്ചവര്? എന്താണ് അനുഗ്രഹം? എങ്ങനെയാണ് പ്രാപിക്കേണ്ടത്? ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളത് ഉറപ്പ്. അത് വായിച്ചങ്ങനെ സന്തോഷിച്ച് പാട്ടും പാടി പോയാൽ കാര്യം നടക്കുമോ? എന്താണെന്ന് പഠിക്കണം. ഈ അനുഗ്രഹങ്ങൾ എന്താണ്? ദൈവപുത്രനായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രിയപ്പെട്ടവരെ എന്താണെന്ന് നമ്മൾ വചനത്തിലൂടെ ശോധന ചെയ്ത് പഠിച്ച് അത് പ്രാപിച്ച് അനുഗ്രഹ സമൃദ്ധിയിലേക്ക് നമ്മൾ നടത്തപ്പെടുമ്പോൾ മാത്രമേ നമ്മൾക്ക് ദൈവരാജ്യത്തിന്റെ അംശങ്ങളായി തീരാൻ കഴിയത്തുള്ളൂ എന്ന് നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വചനത്തിന്റെ വെളിപ്പാടുകൾ ഒരു മാരി പോലെ നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തരട്ടെ. ആ അനുഗ്രഹത്തിന്റെ ആദ്യത്തെ പടി അത് പ്രാപിക്കാൻ നമ്മൾ എന്തായിരിക്കണം എന്നുള്ളതാണ് പൗലോസ് അടുത്ത 4-ാം വാക്യത്തിൽ പഠിപ്പിച്ചത്. നാം നിഷ്കളങ്കരായിരിക്കണം, നമ്മൾ വിശുദ്ധന്മാരായിരിക്കണം. അല്ലാതെ അനുഗ്രഹം കിട്ടത്തില്ല. ലോകത്തുള്ള അശുദ്ധിയിലെല്ലാം കടന്ന് ഉരുണ്ട് പെരണ്ട് പത്രോസിന്റെ ലേഖനത്തിൽ 2 പത്രോസ് 2-ന്റെ അവസാന ഭാഗത്ത് വായിക്കുമ്പോൾ പന്നിയെപ്പോലെ പട്ടിയെപ്പോലെ, പട്ടിയുടെ സ്വഭാവം എന്താ? നായുടെ സ്വഭാവം പറഞ്ഞേ, ഛർദ്ദിച്ച് വെച്ചിട്ടെടുത്ത് തിന്നെ, വേണ്ടെന്ന് വെച്ചതൊക്കെ എടുത്ത് ഉപയോഗിക്കുക. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു ഉശിരങ്ങോട്ട് കയറിയപ്പോൾ എനിക്ക് അത് വേണ്ട, എനിക്ക് ഇത് വേണ്ട, ഇത് വേണ്ട എന്താ എല്ലാം പറഞ്ഞ് ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് തന്നെ എടുത്ത് പ്രാപിക്കുക. അതാണ് ആദ്യം നായെന്ന് പറയുന്നത്. പന്നി എന്ന് പറയുന്നതോ ലോകത്തില്ലാത്ത ചേറിലും അശുദ്ധിയിലും കിടന്ന് ഉരുളുക. അത് രണ്ടിനെയും വിലക്കുകയാണ് ഈ കുഞ്ഞു വാക്യം. നമ്മൾ വിശുദ്ധരായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം. സ്വർഗത്ത് പോകാനുള്ള ക്വാളിറ്റി കർത്താവ് പറഞ്ഞ ഒരൊറ്റ വാക്യം, അല്ല പല വാക്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാന വാക്യം, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ലെങ്കിൽ പറഞ്ഞോ, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. അതാ ഇവിടെ നിഷ്കളങ്കരെന്ന് പറയുന്നേ. നിഷ്കളങ്കരായിരിക്കുക, ഒരു കുഞ്ഞിനെ പോലെ നിർമ്മലത, ഒരു ശിശുവിനെ പോലെ നിഷ്കളങ്കത. ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കാൻ
നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ആ, ഞാൻ വിശുദ്ധരാണ്, അതുപോലെ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. ആ വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണാൻ കഴിയത്തില്ല. ഒരു വേദഭാഗം എൻ്റെ ഹൃദയത്തിൽ വരുന്നുണ്ട്, ഏതാന്ന് നോക്കാം. 2 കൊരിന്ത്യർ ലേഖനം ഹല്ലേലൂയ, അതിൻ്റെ വാക്യം ഞാൻ എടുത്തു തരാം. അത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വാക്യമാണ്. അതാരും വളരെ എന്താ പറയുക, അതിന് പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. ഇന്ന് ലോകത്ത് അത് നശി കിടക്കില്ല. അതുകൊണ്ടാണ് ലോകം നശി കിടക്കുക, ആത്മീയ കോളം. അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ, 6:14 മുതൽ 2 കൊരിന്ത്യർ 6:14. വിശുദ്ധരെന്ന് പറയുമ്പോൾ ഈ ഭാഗം ചിന്തിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച? വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ? ക്രിസ്തുവിനും ബലയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? ഇല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കും, അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും, അവർ എനിക്ക് ജനവുമായിരിക്കും ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. കണ്ടോ, അശുദ്ധമായതൊന്നും തുടരുത്. അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് അതൊന്നും തുടരുത്. ദൈവവചനം വിലക്കുന്നതൊന്നും നമ്മൾ ചെയ്യരുത്, പറയരുത്, ഉപദേശിക്കരുത്, ആ രീതി ഒന്നും അവലംബിക്കരുത്. ഈ വചനത്തിന്റെ വ്യവസ്ഥ തെറ്റിച്ച് പറയുമ്പോൾ നമ്മൾ അശുദ്ധരായി പോവുകയാണ് ചെയ്യുന്നത് ദൈവം മുൻപാകെ. അതെ, പഴയ നിയമത്തില് അവർ എനിക്ക് ജനമായിരുന്നെങ്കിൽ പുത്രന്മാരാണ്. ജനമാണ്, പുത്രന്മാരാണ്. പഴയ നിയമത്തിൽ ദൈവം അവരുടെ ഇടയിൽ വസിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മിൽ വസിക്കുന്നു. നിങ്ങൾ, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ ഒരു മന്ദിരം ഉണ്ടാക്കണം. അതിന് മെഷർമെന്റ്, പലക, പന്തം, കുണ്ടം, കുടച്ചക്രം എല്ലാം കൊടുത്തു ദൈവം. അതെല്ലാം ചെയ്തണം, അങ്ങനെ തന്നെ ചെയ്യണം. ഒരൊറ്റ വ്യത്യാസം വരുത്താൻ പാടില്ല. ഈ കുന്തം കുടച്ചക്രം എന്ന് പറഞ്ഞു ദൈവം ക്ഷമിക്കട്ടെ കർത്താവേ, അങ്ങനെ പറയാൻ പാടില്ല. പണ്ട് സജി എന്ന് പറഞ്ഞൊരു മന്ത്രി പറഞ്ഞൊരു കുന്തവും കുടച്ചക്രവും എന്നൊക്കെ പറഞ്ഞു ഈ നമ്മുടെ അംബേദ്കറിന്റെ നിയമത്തിൽ. എല്ലാം കൂടി എടുത്തിട്ട് പൂശി പുള്ളിയെ അവസാനം പുള്ളി ക്ഷമ പറഞ്ഞു കണ്ടം വഴി ഓടേണ്ടി വന്നു. ദൈവമക്കളെ, സ്വത്രം, ദൈവം കൊടുത്ത പ്രമാണം, ഞാൻ അവരുടെ ഇടയിൽ വസിപ്പാൻ അവർക്ക് വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അതാണ് ടാബർനാക്കൾ. അതിന് നിയമം കൊടുത്തു, പലക കൊടുത്തു, എന്ത് മെറ്റീരിയൽ വേണം, ഏതൊക്കെ മെഷർമെന്റ്. നിങ്ങൾ ഓൾഡ് ടെസ്റ്റ്മെന്റ് പഠിച്ചു നോക്കിക്കോ, സംഖ്യാപുസ്തകം, പുറപ്പാട്, സംഖ്യ, ലേവ്യ, ആവർത്തനം പഠിക്കൂ. അതിന്റെ മെഷർമെന്റ്, പഞ്ഞിനൂല്, മഞ്ഞനൂല്, പച്ചനൂല്, നീലനൂല്, ഇതെല്ലാം കൊടുത്തു. മനോഹരമായ നിലയിൽ ദൈവം അതിന്റെ ഡിസൈൻ കൊടുത്തു. അതിന്റെ ഡിസൈനറിനെ കൊടുത്തു. ഒലീഹാവും പിന്നെ ബസലേലും അല്ലേ, അവരൊക്കെ അത് പണിയാൻ വേണ്ടുന്ന നല്ല ദൈവിക ജ്ഞാനമുള്ളവർ, കഴിവുള്ളവർ, പ്രാപ്തിയുള്ളവർ ദൈവം മോശയ്ക്ക് കൊടുത്തു. ആ മെഷർമെന്റ് മുഖാന്തരം കാര്യങ്ങളെല്ലാം അവർ പണിതെടുത്തു. ഈ പുറപ്പാട് പുസ്തകം എടുത്താണ്ട്, പുറപ്പാട് പുസ്തകം പറയുമ്പോൾ നമ്മളെല്ലാം പറഞ്ഞു പോകണമല്ലോ, വെറുതെ അങ്ങ് പറഞ്ഞു പോയ കാര്യം ആകത്തില്ല. പുറപ്പാട് പുസ്തകം അതിൻ്റെ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, 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 അത് ഞാൻ തന്നെ അങ്ങ് വായിക്കാം. അതാണ് എൻ്റെ ശരി. കാരണം അച്ചായൻ വായിച്ചത് ഇത് എല്ലാം വായിച്ചാൽ പറ്റില്ല. 39:1 യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ, 39:5 യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ, 39:7 യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ, 39:21 ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ, സ്തോത്രം. അതിൻ്റെ 26-ാം വാക്യം യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ,
29 വാക്യം, 39:29, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. 31, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. 32, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. 42, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. 39:43, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. 16 യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. അത് 40-ന്റെ 19 യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. 21 യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. 23 യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. 25 യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. 27 വാക്യത്തിലും സ്തോത്രം, 29 വാക്യത്തിലും. 32 വായിക്കൂ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നത്. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. സ്തോത്രം. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അതിന്റെ 34, 35 ഒന്ന് വായിക്കാമോ? അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ്സ് തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ്സ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടക്കുവാൻ കഴിഞ്ഞില്ല. എന്താ ദൈവമക്കളെ ഈ വാക്യത്തിന്റെ അർത്ഥം? യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ആ മെഷർമെന്റ്, ആ കൃത്യമായ നിലയിൽ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഹോളി പ്രസൻസ് ആ ടാബർനാക്കളിൽ, ആ സമാഗമന കൂടാരത്തിൽ ഇറങ്ങി വസിച്ചു. മോശ ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു തെറ്റ് വരുത്തിയെങ്കിൽ ദൈവത്തിന്റെ തേജസ് വസിക്കത്തില്ല. കർത്താവ് പറയുന്നത് പോലെ ജീവിക്കാതെ പോയാൽ നമ്മളിൽ ദൈവത്തിന്റെ യാതൊരു സാന്നിധ്യവും ഇറങ്ങുകയില്ലെന്ന് ഇന്ന് വൽക്കാലം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞെങ്കിൽ, കർത്താവ് പറഞ്ഞത് പ്രമാണിക്കാതെ അനുസരിക്കാതെ കർത്താവിന്റെ ശിഷ്യത്വത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയില്ല. കർത്താവിന്റെ സാന്നിധ്യം നമ്മളിൽ വസിക്കില്ല. നന്നായിട്ട് മനസ്സിലാക്കണം. ഇത് പലരും മനസ്സിലാക്കിയിട്ടില്ല. ദൈവം നമ്മളെ ആത്മീയമായി അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നമുക്കത് പ്രാപിക്കാൻ കഴിയുന്നില്ല? കേവലം ഒരു പാട്ട് കൊണ്ടോ, ഒരു പ്രാർത്ഥന കൊണ്ടോ, ഒരു പ്രസംഗം കൊണ്ടോ നമുക്കിതൊക്കെ പ്രാപിച്ചെടുക്കാൻ പറ്റുമോ? നിഷ്കളങ്കമായി ജീവിക്കണ്ടേ, വിശുദ്ധമായി ജീവിക്കണ്ടേ, നിർമ്മലന്മാരായി ജീവിക്കണ്ടേ, പ്രമാണം അനുസരിച്ച് നമ്മൾ ജീവിക്കണ്ടേ? അതവിടുത്തെ വിഷയം. ഹല്ലേലൂയ. ഈ സമയം ഒത്തിരി തന്നേക്കുന്നുണ്ട്, വിശദമായിട്ടൊക്കെ നിങ്ങളത് കാര്യം ഗ്രഹിപ്പിച്ച് പോകാൻ പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ ആത്മീകമായി അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് വചനം പറയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്ത്? പാപ്പരായിരിക്കുക. മനസ്സിലാവുണ്ടോ? ഫ്രാൻസിസ്, മനസ്സിലാവുണ്ടോ? നമ്മൾ എന്ത് ചെയ്യാം? പാപ്പരായിരിക്കും. ദൈവം നമ്മെ എനിക്ക് അനുഗ്രഹിച്ചു, പക്ഷെ നമുക്കത് പ്രാപിക്കാൻ കഴിയുന്നില്ല. നമ്മൾ ദാരിദ്ര്യത്തിൽ കഴിയുക. അതാ ലവോദിക്ക പറയുന്നത്, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല, ഞാൻ റിച്ച് മാൻ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നീ ദരിദ്രൻ, നീ നഗ്നൻ, നീ കുരുടൻ, നീ സമ്പന്നനാകേണ്ടതിൽ തീരൂതി കഴിച്ച പൊന്ന്, നിന്റെ നഗ്ന ലജ്ജ വെളിവാകുന്ന വെള്ളവസ്ത്രം, നിന്റെ കണ്ണിൽ എഴുതാൻ ലേപം വിലയ്ക്ക് വാങ്ങാൻ ഞാൻ നിന്നോട് ബുദ്ധി ഉപദേശം പറയുന്നു. എല്ലാവരും ശ്രദ്ധിച്ചോണം. പുതിയ നിയമസഭയുടെ ഏറ്റവും അവസാനത്തെ ദൈവത്തിന്റെ ബുദ്ധിയോപദേശമാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14 മുതൽ ആ അധ്യായത്തിന്റെ അവസാനം വരെയുള്ള വാക്യങ്ങൾ. പുതിയ നിയമസഭയോടുള്ള ദൈവത്തിന്റെ ലാസ്റ്റ് കമന്റ്, കൽപ്പന. അതാണ് ഇന്ന് സഭ തെറ്റിച്ച് കിടക്കുന്നത്. അതാണ് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഒരു പ്രോസ്റ്റോഡ് കൊണ്ടത് പലർക്കും കൊടുക്കാനിടയായി, ലവോദിക്കയുടെ മടങ്ങി വരവ്. ഹല്ലേലൂയ. കാരണം സഭയെ ആത്മീയമായി അനുഗ്രഹിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ സഭയെ ക്രിസ്തുയേശുവിലൂടെ പിതാവാം ദൈവം അനുഗ്രഹിച്ചപ്പോൾ സഭ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കിടന്ന് നട്ടം തിരിയാണെന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും ഇതുവരെ എന്താ പാസ്റ്റർ നിങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇത് ചോദിക്കാൻ പാടില്ലേ? മറുപടി ഉചിതമായിട്ട് കൊടുക്കാൻ വചനത്തിലൂടെ. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിലൂടെ പുതിയ നിയമസഭയെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ, പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുമ്പോൾ സഭ എന്തുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ല? നമുക്ക് നിഷ്കളങ്കരായിരിക്കാൻ കഴിയുമോ? നമ്മൾ വിശുദ്ധന്മാരായിരിക്കാൻ കഴിയുമോ? വേർപാടും വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിലുണ്ടോ? രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാ, വിശുദ്ധി, വേർപാട്, ആദ്യമായ ഉപദേശങ്ങൾ പുതിയ നിയമസഭ വിട്ടുകളഞ്ഞില്ലേ?
പ്രസംഗമുണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്. ആരാധനയൊന്നും വ്യവസ്ഥ പ്രകാരമൊന്നുമല്ല, എല്ലാം ഉണ്ടെങ്കിലും പക്ഷേ ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളതൊന്നും അതിൽ കാണാൻ കഴിയുന്നില്ല. എഫ്രൈം എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. എഫ്രൈം ദൈവത്തിൻ്റെ മകനായിട്ടാണ് പറയുന്നത്. എഫ്രൈം യാഗപീഠം പണിതത് തന്നെ ദൈവത്തിന് അനിഷ്ടമായി എന്നാണ് ദൈവം അവനോട് പറയുന്നത്. നിന്റെ യാഗപീഠം പണിയുന്നത് തന്നെ അത് പാപഹേതുവായിട്ടിരിക്കുക എന്ന് അവരോട് പറയുന്നു. യാഗം കഴിക്കാനായിട്ട് പണിയുന്ന യാഗപീഠം പോലും ദൈവത്തിന് ഇഷ്ടമല്ല, ദൈവത്തിന് പ്രസാദമല്ല, വ്യവസ്ഥ തെറ്റിച്ചാ പോകുന്നേ. അതുപോലെ പുതിയ നിയമസഭ സ്വർഗത്തിലെ ദൈവം ആത്മീകമായി അനുഗ്രഹിച്ചിരിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയാതെ ആത്മീക പാപ്പരത്വത്തിൽ കിടക്കുന്നതിന്റെ കാരണമെന്ത്? അതാണ് പൗലൂസ് പഠിപ്പിക്കുന്ന എഫേസ് ലേഖനത്തിലെ ആ 1, 2, 3, 4, 5, 6 അധ്യായം മുഴുവൻ പഠിച്ചാൽ ആ അനുഗ്രഹത്തിന്റെ കലവറ മുഴുവൻ പൗലൂസ് പഠിപ്പിക്കുന്നു. അത് കൃപയാൽ ഒരല്പം ചകഞ്ഞ് പഠിക്കാനൊരു ഭാഗ്യം കിട്ടിയത് കൊണ്ട് ഞാനിനി വിളിച്ചു പറയുന്നു ഇങ്ങനെ. ഹല്ലേലൂയ. അനുഗ്രഹങ്ങളെല്ലാം ദൈവം നൽകി, പക്ഷെ നിഷ്കളങ്കരായി വിശുദ്ധരായി അത് പ്രാപിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. എഫേസ് ലേഖനം 3-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെ ഒന്ന് വായിച്ചേ. വേറെ വിഷയൻ്റെ ഉള്ളിലോട്ട് കയറി വരിക. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് തരിക, അതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. വായിച്ചാൽ എഫേസ് ലേഖനം 3-ന്റെ 1 മുതൽ 6 വരെയുള്ള വായിക്കും. എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. ആമേൻ. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെ കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ ഇത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. വെളിപ്പാടിനാൽ ഒരു മർമ്മം എനിക്ക് അറിയായി വന്നിട്ടുണ്ടെന്ന് എഫേസ് സഭയോട് പൗലോസ് പറയുക. അത് നിങ്ങൾ വായിച്ചാൽ എനിക്കുള്ള മർമ്മം നിങ്ങൾ ഗ്രഹിക്കാം. അടുത്ത ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അടുത്ത അതോ എന്ന് പറയുന്നത് ആ മർമ്മം പറയാൻ പോകുന്ന അടുത്ത് ശ്രദ്ധിച്ചു കേട്ടോണേ. ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ആദികൾ ക്രിസ്തുവേശുവിന്റെ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിന്റെ കൂട്ടവകാശികൾ. 1. അടുത്ത 2 ജാതികൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമാണ്, ഏക ശരീരസ്ഥരും പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹത്തിന്റെ ഒരു ചെറിയ പിക്ചർ കിട്ടിയോ? ജാതികൾ ക്രിസ്തുവേശുവിന്റെ കൂട്ടവകാശികൾ. ഓ എന്റെ ദൈവമേ, യേശു ക്രിസ്തുവിലൂടെ യഹൂദനൊഴികെ സകല ജാതികൾക്കും ക്രിസ്തുവിനോടൊപ്പം ഒരു കൂട്ടവകാശം യേശു ക്രിസ്തുവിന്റെ ബലിമരണത്തിലൂടെ കിട്ടിയെന്നുള്ളൊരു മർമ്മമാണ് പൗലോസ് എഫേസ് ലേഖനത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്നത്. പുതിയ സഭ മുഴുവൻ ഇത് കേട്ടോണം. നമ്മൾക്ക് ക്രിസ്തുയേശുവിന്റെ ഒരു കൂട്ടവകാശം കിട്ടി. എങ്ങാണ്ടും കിടന്ന ജാതികളാകുന്ന നമ്മൾ, വിഗ്രഹത്തെ ആരാധിച്ചു കിടന്ന നമ്മൾ, പിശാചിനെ ആരാധിച്ചുകൊണ്ടിരുന്ന നമ്മൾ, ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ദൈവത്തിൽ നിന്ന് അകന്ന് ദൂരസ്ഥരായി കഴിഞ്ഞിരുന്ന നമ്മൾ, എഫേസ് ലേഖനത്തിൽ തന്നെ ഇതിൻ്റെയൊക്കെ മറുപടി കിടപ്പുണ്ട്. അതിൻ്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ ആരാ ആരാധിച്ചിരുന്നു എന്നുള്ളത് ഇപ്പോൾ അച്ഛൻ വായിക്കുക. 2-ന്റെ 2-ാം വാക്യം തൊട്ട് വായിച്ചാട്ടെ. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് വാദമോ. അപ്പൊ നമ്മൾ ആരായിരുന്നു? ധൈര്യമായിട്ട് പറഞ്ഞു ഇങ്ങോട്ട്. ഇപ്പൊ നമുക്ക് പറയാൻ ധൈര്യക്കേടൊന്നും ഉണ്ടാകണ്ട. എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നവനായിരുന്നു ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും. എന്നാൽ ഇപ്പോൾ എഫേസ് ലേഖനം നമ്മൾ 3-ാം അധ്യായത്തിൽ വായിച്ചത്, നീ ക്രിസ്തുവിന്റെ കൂട്ടവകാശം നിനക്ക് കിട്ടി. പിശാചിനെ ആരാധിച്ചുകൊണ്ടിരുന്ന എനിക്കും നിനക്കും യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശം കിട്ടി. ഹല്ലേലൂയ. ആ 3-ന്റെ 6-ാം വാക്യം പഠിപ്പിക്കുന്ന മഹനീയ സത്യം ഇതാണ്. ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശം കിട്ടി, ഏക ശരീരസ്ഥരായി തീർന്നു. അടുത്ത
വാഗ്ദത്തത്തിൻ പങ്കാളികളായി തീർന്നു. അതാണ് മർമ്മം. അത് സ്വർഗീയമായ മർമ്മം കർത്താവിന്റെ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടു എന്നാണ് പൗലോസ് പറയുന്നത്. അവന്റെ വിശുദ്ധ പ്രവാചകന്മാർക്ക് മാത്രമാണ് ഇത് വെളിപ്പെട്ടത്. ഹല്ലേലൂയ, സ്തോത്രം. ആ 3-ാം അധ്യായത്തിൽ ആ ഭാഗം ഒന്ന് ചിന്തിച്ച്. അവന്റെ വിശുദ്ധ പ്രവാചകന്മാർക്കും അപ്പോസ്തലന്മാർക്കും മാത്രമാണ് ഇത് വെളിപ്പെട്ടത്. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ദേവദാസൻ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അബ്രഹാമിന് വെളിപ്പെട്ടോ? ഇല്ല. ജോബിന് വെളിപ്പെട്ടോ? ഇല്ല. യേശുക്രിസ്തുവിന് പകരമായി പ്രസംഗിക്കുന്ന യോസേപ്പിന് വെളിപ്പെട്ടോ? ഇല്ല. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് വെളിപ്പെട്ടോ? ഇല്ല. ദാവീദിന് വെളിപ്പെട്ടോ? ഇല്ല. സോളമന് വെളിപ്പെട്ടോ? ഇല്ല. പഴയ നിയമത്തിലെ കരുത്തന്മാരായ അതിശക്തന്മാരായ ഭക്തന്മാരായവർക്ക് ഈ മർമ്മം വെളിപ്പെട്ടില്ല ചായ. ഇത് കർത്താവ് തന്റെ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോസ്തലന്മാരിലൂടെ നമ്മളായ പുഴുക്കൾക്ക് ഇത് വെളിപ്പെട്ട് കിട്ടി. ജാതികൾ ക്രിസ്തുയേശുവിന്റെ കൂട്ടവാസികൾ, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിൻ പങ്കാളികൾ എന്നുള്ള മർമ്മം കർത്താവ് തന്റെ അപ്പോസ്തലന്മാർക്കും അവന്റെ വിശുദ്ധന്മാർക്കും വെളിപ്പെട്ടു. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇത് ഇപ്പോൾ വെളിപ്പെട്ടു. മനസ്സിലായോ? ഇതാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം എന്നുള്ളത്. ക്രിസ്തുവിന്റെ കൂട്ടവകാശം കിട്ടുക എന്നുള്ളതാണ് ആത്മീയ അനുഗ്രഹം. സ്തോത്രം. എനിക്കത് പറയുമ്പോൾ എൻ്റെ ഹൃദയം പിടച്ചു വികസിക്കുക. യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശം, വാഗ്ദത്തത്തിൻ പങ്കാളികൾ, ഹല്ലേലൂയ, അവന്റെ ശരീരത്തിന്റെ ഒരു അവയവമായി തീർന്നു എന്നുള്ളതാണ്. എഫേസ്യർ 2 നമ്മൾ വായിച്ച വാക്യം അനുസരിച്ച് പിശാചിനെ ആരാധിച്ചുകൊണ്ടിരുന്ന എനിക്കും നിനക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരവയവമായി തീരാനിടയായെന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമാണോ? അതാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിലൂടെ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ കൂട്ടവകാശം, അവന്റെ ഏക ശരീരത്വം, അവന്റെ വാഗ്ദത്തത്തിൻ പങ്കാളികളായി പുതിയ നിയമസഭ പിശാചിനെ ആരാധിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഈ മഹനീയമായ പദവി സ്വർഗത്തിലെ ദൈവം നൽകിയെന്നാണ് ആ അനുഗ്രഹത്തിന്റെ സംക്ഷിപ്ത രൂപം. എങ്കിലും മനസ്സിലായി? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ നിസ്സാരന്മാരല്ല. ഈ ഇരിക്കുന്ന ഫ്രാൻസിസ് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു അവയവമാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ വചനം പറയുന്നു അതെ. ഈ ഇരിക്കുന്ന സഹോദരി, ഈ ഇരിക്കുന്ന അച്ഛൻ, ഞാന് നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു അവയവമാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നു നമ്മൾ അറിയുന്നില്ലയോ? നമ്മൾ ഈ വ്യവസ്ഥ അറിയുന്നില്ലെങ്കിലും വചനം ഇന്ന് വൽക്കാലം പറയുന്നു, നീ ക്രിസ്തുവിന്റെ അവയവമാണ്, ഒരു പാർട്ടാണ് നീ. ക്രിസ്തു അറിയാതെ നിന്നിൽ ഒന്നും സംഭവിക്കാൻ പാടില്ല. എന്താ കാര്യം? യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ദൈവത്തിന് വസിക്കുന്ന ഒരു മന്ദിരമാണ് നീ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. മന്ദിരത്തിനാണോ വില? മന്ദിരത്തിൽ വസിക്കുന്നവനാണോ വില? മനോഹരമായ പള്ളികൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. ആ പള്ളികൾ എന്തിനാ കാണിക്കുന്നത്? ദൈവം വസിക്കുന്ന ഒരു പള്ളിയാ. പള്ളിക്കല്ല വില, പള്ളിയുടെ ഉള്ളിൽ വസിക്കുന്നവനാ. പള്ളിയിൽ ദൈവം ഇല്ലെന്നുള്ളത് സത്യം, സഭകളിൽ ദൈവം ഇല്ലെന്നുള്ളത് സത്യം, തലയായ ക്രിസ്തു സഭകളിൽ ഇല്ലെന്നുള്ളത് സത്യം. അല്ലേ? അതാണ് പണ്ടൊരു വയസ്സൻ പറഞ്ഞത്, സഹോദരാ, തലയില്ലാത്ത ശരീരങ്ങൾ ഒഴുകി വരുന്നു. ഞങ്ങൾ ചോദിച്ചു, എന്താ 94 വയസ്സായി വല്ല ബോധക്ഷയം വല്ലതും വന്നിട്ടാണോ നീ പറയുന്നത്? പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോൾ ചോദിച്ചു, എന്തായി പറയുന്നത്? തലയില്ലാത്ത ശരീരം. സഹോദരാ, ക്രിസ്തുവില്ലാത്ത സഭകൾ. അപ്പോഴാണ് പിടികിട്ടിയത്. ദൈവമേ, ഓ, അന്നാണ് എനിക്ക് ഭൂതോദയുണ്ടായത്. പെന്തക്കോസ്തലനായിട്ട് പുസ്തകം എടുത്ത് 4 നൂറ്റാണ്ട് ജീവിതം പൊലച്ചു കളഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി. ക്രിസ്തുവില്ലാത്തവനായി ജീവിച്ചു. എന്നാൽ ഇന്നോ, ഇപ്പോൾ പടഞ്ഞിവിടെ മരിച്ചാലും എൻ്റെ ആത്മാവ് പരദീസിലായിരുന്നു. വലിയ കോൺഫിഡൻസ്, ഒരു വലിയ പ്രത്യാശ ഹൃദയത്തിൽ തന്നിരിക്കുക കർത്താവ്. കാരണം എന്താ? ഞാൻ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു അവയവമാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ വാഗ്ദത്തത്തിൽ പങ്കാളിയാണ് ഞാൻ. യേശു ക്രിസ്തുവിന് പിതാവാം ദൈവം എന്തെല്ലാം അനുഗ്രഹത്തിന്റെ കലവറ കൊടുത്തോ അതെല്ലാം എനിക്ക് കിട്ടും. ആദ്യം കിട്ടാൻ പോകുന്നത് എന്താ പറഞ്ഞു? ഇതൊക്കെ വലിയ മർമ്മങ്ങളായ കാര്യങ്ങൾ. ഉയർപ്പാ കിട്ടാൻ പോകുന്നത്. യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച പോലെ എന്നെ ഉയർപ്പിക്കുമെന്ന്. ഓ, ഞാൻ മരിച്ചു മൺമറഞ്ഞു പോയാൽ ഞാൻ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു അവയവമായിരുന്നു, അവന്റെ വാഗ്ദത്തത്തിന് പങ്കാളിയായിരുന്നു. ഞാൻ ജീവിച്ച് മുമ്പോട്ട് പോയാൽ യേശു ക്രിസ്തുവിന് കിട്ടിയ ഉയർപ്പ് എനിക്ക് കിട്ടും. പങ്കാളിത്വം.
ഓ ദൈവമേ, സ്തോത്രം. ആ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ ഉയർപ്പ് മാത്രമല്ല, ഉയർപ്പിൻ ശരീരത്തിന്റെ എല്ലാ ഗുണങ്ങളും, രോഗമില്ലാത്ത, കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, മരണമില്ലാത്ത ഒരു രൂപാന്തര ശരീരം എനിക്കും നിങ്ങൾക്കും കിട്ടുമെന്ന് പറഞ്ഞാൽ അത് നിസ്സാരമാണോ സഹോദര? ഹല്ലേലൂയ. നിസ്സാരമാണോ അത്? ഹല്ലേലൂയ. ഓ സ്തോത്രം. മരിച്ച് മണ്ണിൻ്റെ ഇടയിൽ മണ്ണിൽ കൊണ്ടുവന്ന് വെച്ച് പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ച്, ഉപദേശിമാരുടെ പാട്ടും പ്രാർത്ഥനയും ഒക്കെ തുറന്നങ്ങ് പറയുക. സ്തോത്രാഴ്ച കവർ കിട്ടാൻ വേണ്ടിയുള്ള ഒടുക്കത്തെ പാട്ടും പ്രാർത്ഥനയും ഒക്കെ കഴിച്ച് മണ്ണിട്ട് മൂടാൻ നേരത്ത് ഭാര്യയും മക്കളും കൂടി കിടന്ന് അലമുറിയിട്ട് കരിയാണ്, അപ്പാ ഞങ്ങൾ വിട്ടിട്ട് പോകുകയാണോ? അപ്പോൾ ഒരു ഉപദേശി പറയുക, അപ്പന് ജീവനുണ്ടായെങ്കിൽ അപ്പൻ ചോദിച്ചു എന്നെ, എന്ത് വിട്ടിത്തമാണ് നിങ്ങൾ ചോദിക്കുന്നത്? എന്നെ ഇവിടെ ഇട്ടിട്ട് നിങ്ങളല്ലേ പോകുന്നത്? ഹല്ലേലൂയ. ഇതൊക്കെയാണ് നമ്മുടെ മരണ വീട്ടിലെ വിളിയും നിലവിളിയും ഒക്കെ. സ്തോത്രം. മരിച്ചു കഴിയുമ്പോഴാണ് പിന്നെ അപ്പന്മാരോട് സ്നേഹം. അതുവരെ എന്തില്ല? പേപ്പർ വിലയാ, പേപ്പർ വില. ഞാൻ എൻ്റെ വീട്ടിൽ പറയാറുണ്ട്, അതാണ് എനിക്ക് എന്നോടുള്ള അവരുടെ കലിപ്പ്. ആ കലിപ്പ് ഞാനിട്ട് നിസ്സാരമായിട്ട് തള്ളിക്കളയാ ചെയ്യുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ എന്നെ നിങ്ങൾ സ്നേഹിക്കുക, എന്നെ കരുത്, അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും, അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ പേറേണ്ടി വരും. ഞാനത് അവരോട് പറയുന്നേ. ഞാനൊരു കുടുംബത്തിലെ പിതാവാ. എന്നെ ബഹുമാനിക്കണം, എന്നെ സ്നേഹിക്കണം, എന്നെ വെള്ളിത്താലത്തിൽ ആട്ടണമെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് തരേണ്ട ബഹുമാനം ദൈവസന്നിധിയിൽ തരണം. കാരണം ഒരു പിതാവിനെ എങ്ങനെ ബഹുമാനിക്കണമെന്നുള്ള പുസ്തകത്തിലുണ്ട്. ഞാൻ എൻ്റെ പിതാവിനെയും മാതാവിനെയും ഒക്കെ ബഹുമാനിച്ചവനാണ്. അതിൻ്റെ അനുഗ്രഹം ഇന്ന് എനിക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ സന്തോഷവും അതിൻ്റെ സമാധാനവും അതിൻ്റെ പ്രത്യാശയും സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്. ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ് ദൈവം നമുക്ക് തന്ന അനുഗ്രഹം? യേശു ക്രിസ്തുവിൻ്റെ ആ 3-ാം വാക്യം എല്ലാവരും കാണാതെ പിടിക്കണേ. ഫ്ലക്സ് ഉണ്ടാക്കി വീടുകളിൽ കെട്ടിത്തൂക്കിയാൽ കുഴപ്പമില്ല. സ്തോത്രം. അതോ ജാതികൾ ക്രിസ്തുവേശുവിൻ്റെ കൂട്ടവകാശികൾ, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിൻ. ആ 3 വാക്യത്തിന് എന്ത് നിർവചനം കൊടുക്കാൻ പറ്റും? ജോർജാൻ ചിന്തിച്ചു നോക്കിയേ, ഫ്രാൻസിസ് ബർഗൻ ചിന്തിച്ചേ, ജൂലി ഒന്ന് ചിന്തിച്ചേ, നിങ്ങളെല്ലാവരും ചിന്തിച്ചേ. ഈ 3 വാക്യത്തിന് എങ്ങനെ നമുക്കൊരു നിർവചനം കൊടുക്കാൻ പറ്റും? ക്രിസ്തുവിൻ്റെ കൂട്ടവകാശവും ഏക ശരീരസ്ഥവും വാഗ്ദത്തത്തിൽ പങ്കാളികളാണെന്ന് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ എഴുതിയ ആ വലിയ മർമ്മം എന്താണെന്ന് നമ്മളിരുന്ന് ചിരിഞ്ഞു പഠിക്കേ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, എന്താ കർത്താവേ ഇതിൻ്റെ അർത്ഥം? അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സ്വർഗത്തിലെ സകല ആത്മീയ, ഇതാണ് ആത്മീയ അനുഗ്രഹം. അപ്പന്മാർ മരിക്കുമ്പോൾ അപ്പൻ്റെ പേരിലുള്ള ഭൗതിക സമ്പത്ത് മുഴുവൻ ആർക്കാ പോകുന്നത്? ആദ്യം ആർക്കാ പോകുന്നത്? ഭാര്യയ്ക്കാ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് മക്കൾക്ക് കിട്ടത്തുള്ളൂ. ഭാര്യ മരിച്ചു പോയാൽ പിന്നെ മക്കൾക്ക് കിട്ടും. സൂത്രം. അപ്പോൾ ഭർത്താവാകുന്ന വ്യക്തിയുടെ അനുഗ്രഹം ഭാര്യയ്ക്ക് കിട്ടുകയാണ്. പൗലൂസ് 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 2, 3, 4 വാക്യങ്ങൾ വായിച്ചു. അതിനൊരു തെളിവ് വരണ്ടേ? എല്ലാത്തിനും തെളിവുണ്ടല്ലോ. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 2, 3 വാക്യങ്ങൾ വായിച്ച. സ്തോത്രം. ആമേൻ. അതെ, നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. ആ മതി. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിർമ്മലകന്യായിപ്പിപ്പാൻ നിങ്ങളെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. പുതിയ നിയമസഭ, കന്യകയായ സഭ, മണവാട്ടിയായ സഭയുടെ മണവാളനാക ക്രിസ്തു എന്ന പുരുഷൻ, ക്രിസ്തു എന്ന മണവാളൻ. അപ്പൊ ആ മണവാളന്റെ മണവാട്ടി പദത്തിൽ ചെന്നെത്താൻ വേണ്ടി വിളിക്കപ്പെട്ട കന്യകയായ സഭയാണ് നമ്മളിവിടെ എല്ലാവരും പ്രസംഗിക്കുന്നത്. അച്ഛൻ ഇങ്ങനെ പ്രസംഗിക്കുന്നത്, എല്ലാവരും മണവാട്ടി സഭ ആകാണ്. പക്ഷെ മണവാട്ടി സഭ ആകണമെങ്കിൽ കന്യകയായിട്ട് ഇവിടെ ജീവിക്കണം. കന്യകത്വം നഷ്ടപ്പെടാൻ പാടില്ല. ഈ ലോകത്തിലൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു പോയിട്ട്, വിവാഹം നിശ്ചയം കഴിഞ്ഞിട്ട് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പഴയ കാമുകനായിട്ട് ഒളിച്ചോടി എന്നും പറഞ്ഞ് ഒരു ന്യൂസ് വന്ന് വാട്സപ്പിലൂടെ ചെറുക്കൻ്റെ ഫോണിലും അത് കിട്ടിയടാ, നീ കല്യാണം നിശ്ചയം നോക്കിയിരുന്ന പെണ്ണ് ഒരുത്തം കൊണ്ടുപോയിടാന്ന് പറഞ്ഞ് കൂട്ടുകാരനെ അടിച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു, അപ്പാ ഇത് കണ്ടോ, അമ്മച്ചി ഇത് കണ്ടോ, ആ പെണ്ണ് പോയി.
അപ്പോൾ ഈ ചെറുക്കൻ പറയുന്നത് എന്തായിരിക്കും? അതാണ് എന്നെ സന്തോഷിപ്പിച്ചത്. കുലീനത്വമുള്ളൊരു ചെറുക്കനാണെങ്കിൽ പറയും. ഇനി ആ ഭാഗം, വിവാഹ നിശ്ചയം കഴിഞ്ഞ ഭാഗം നമ്മൾ ചിന്തിക്കേണ്ട, ലിമിറ്റ് മറന്നേക്കാൻ പറയും. കാരണം എന്തായി? അവൾക്ക് അശുദ്ധി സംഭവിച്ചു, അവൾ മലിനിയായി, അവൾ നിർമ്മല കന്യയായിരുന്നു, കാര്യം ശരിയാ. പക്ഷെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷം ഇപ്പോൾ അവർ അശുദ്ധിയിലേക്ക് പോയപ്പോൾ ഇനി ആ ഭാര്യ എനിക്ക് വേണ്ട. അപ്പം നമ്മുടെ കർത്താവ് ആരാ? ഈ ചീഞ്ഞളിഞ്ഞു കിടക്കുന്ന സഭയെ കല്യാണം കഴിക്കാൻ കർത്താവ് വരുവോ സഹോദര? ദൈവവ്യവസ്ഥ വിട്ടുപോയിരിക്കുന്ന, ദൈവിക പ്രമാണം വിട്ടുപോയിരിക്കുന്ന, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ വിട്ടുപോയി മണവാളനെ ദുഃഖിപ്പിച്ച്, അല്ലെങ്കിൽ കർത്താവിൻ്റെ സഭയാകുന്ന മണവാട്ടിയാകുന്ന ഈ നിർമ്മല കന്യക അശുദ്ധി സംഭവിച്ച്, ഉപദേശത്തിൻ്റെ അശുദ്ധി, ജീവിത അശുദ്ധി, അങ്ങനെ വിവിധ നിലയിലുള്ള അശുദ്ധിയിൽ കിടന്ന്, നേരത്തെ പറഞ്ഞ പോലെ പട്ടിയെപ്പോലെ സ്വോത്രം ഛർദ്ദിച്ചത് തിന്നുകയും പന്നിയെപ്പോലെ കിടന്ന് അശുദ്ധിയിൽ കിടന്ന് ഉരുളുകയും ചെയ്യുന്ന ഈ കന്യക എന്ന് പറയുന്ന വഷളായ സഭയെ വേലി കഴിക്കാൻ കർത്താവ് വരുമ്പോൾ ഈ കന്യക മണവാളനൊപ്പം ചേർക്കപ്പെടുമോ? പറ, ചേർക്കപ്പെടുമോ? ഭാര്യ ചേർക്കപ്പെടും. അശുദ്ധി ഭവിക്കാതെ വിശുദ്ധിയിൽ ജീവിക്കുന്ന, നിർമ്മലതയിൽ ജീവിക്കുന്ന, പ്രമാണത്തിൽ ജീവിക്കുന്ന, വ്യവസ്ഥയിൽ ജീവിക്കുന്ന, മണവാട്ടിയാകാൻ പക്വതയുള്ള, അല്ലെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള നിർമ്മല കന്യകയായി ജീവിക്കുന്നവർ മണവാളനോടൊപ്പം ചേർക്കപ്പെടുകയും, അല്ലാത്തവരെല്ലാം എന്ത് ചെയ്യും? അടുത്ത് വരുന്ന യേശുക്രിസ്തുവിന്റെ മണവാട്ടി പദം അലങ്കരിക്കാൻ കൈവിടപ്പെട്ടു പോവുകയും ചെയ്യും.